സത്യത്തെ ഇരുട്ടുകൊണ്ട് മറയ്ക്കരുത്. ബാങ്ക് രേഖകൾ പുറത്തുവിട്ട കുഞ്ഞികൃഷ്ണൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന കൂടുതൽ രേഖകൾ പുറത്തുവിട്ട കണ്ണൂർ പയ്യന്നൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ സമൂഹ മാധ്യമത്തിലൂടെ ബാങ്ക് രേഖകൾ പുറത്തുവിടുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും തിരിമറി നടത്തിയതിന്റെ തെളിവെന്ന് ആരോപിച്ച് ബാങ്ക് രേഖകൾ പുറത്തുവിട്ടിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ ആരോപിച്ച തിരിമറികളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖകളാണിത്. ഡിജിറ്റലായി രേഖപ്പെടുത്തപ്പെട്ട സൂര്യനെ പോലെ തിളങ്ങുന്ന തെളിവുകൾ ബാക്കിയിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പുകമറ സൃഷ്ടിച്ച് സത്യത്തെ മറച്ചുവെക്കാൻ കഴിയുകയെന്ന് കുഞ്ഞികൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. രക്തസാക്ഷി ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ടിൽ നിന്ന് 2016 നവംബർ 3-ന് 40 ലക്ഷം രൂപ പിൻവലിച്ച് വിവിധ അക്കൗണ്ടുകളിൽ സ്ഥിര നിക്ഷേപമാക്കി. പിന്നീട് 25 ലക്ഷം ധനരാജ് അക്കൗണ്ടിലേക്ക് മാറ്റിയെങ്കിലും 15 ലക്ഷം രൂപ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രക്തസാക്ഷി ധനരാജിന്റെ പേരിലുള്ള അക്കൗണ്ട് നിലവിലിരിക്കെ 15 ലക്ഷം രൂപ എന്തിനാണ് ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി പിൻവലിച്ചത് എന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? ഇതെവിടെയും വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതല്ലേ വസ്തുത. 2 ലക്ഷം രൂപ KP മധുവിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. സത്യത്തെ നിങ്ങൾ ഇരുട്ടുകൊണ്ട് മറയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇനിയും സംസാരിക്കുന്ന തെളിവുകൾ പുറത്തുവരും. ഒന്നുകൊണ്ടും നിങ്ങൾ ധൈര്യപ്പെടേണ്ട, പോരാട്ടം തുടരുമെന്നും വി കുഞ്ഞികൃഷ്ണൻ കുറിച്ചു. പണം പിൻവലിച്ചതിന്റെ തീയതി ഉൾപ്പെടെ രേഖപ്പെടുത്തിയാണ് വിശദീകരണം. പണം പിൻവലിച്ചത് നോട്ട് നിരോധന കാലത്തല്ലെന്നും കുഞ്ഞികൃഷ്ണൻ അവകാശപ്പെട്ടു. അതേസമയം പണം പിൻവലിച്ചത് വ്യക്തിഗത ഉപയോഗത്തിനല്ല, പാർട്ടി ആവശ്യത്തിനായിരുന്നുവെന്നാണ് CPM വിശദീകരണം നൽകിയത്. പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ച സമയത്ത് കുഞ്ഞികൃഷ്ണനും ഈ അക്കൗണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. നോട്ട് നിരോധനത്തെ തുടർന്ന് വ്യത്യസ്ത അക്കൗണ്ട് വഴി പണം പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പയ്യന്നൂർ ഏരിയ സെക്രട്ടറി നൽകിയ വിശദീകരണക്കുറിപ്പിൽ അറിയിച്ചിരുന്നു.